ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൽ കെ.പി.സി.സി പ്രസിഡന്റിനെ മാറ്റുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്തൊരു കാര്യം എന്നുള്ളതാണ്. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കെ സുധാകരനാണല്ലോ കെ.പി.സി.സി പ്രസിഡന്റ് എന്നയാൾ. സുധാകരൻ എന്ത് നിലപാട് അദ്ദേഹത്തെ മാറ്റിയാൽ അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഹൈക്കമാൻഡിന് വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 2-3 മാസങ്ങളായി നടക്കുന്ന ചർച്ചകളിലൊന്നും ഈ സുധാകരനെ മാറ്റാത്തതിനുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹം എന്ത് നിലപാടെടുക്കുന്നുള്ളത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പോൾ ആരൊക്കെയാണ് ഉന്നം വെച്ചിരിക്കുന്നത്? ഇപ്പോൾ എം.കെ. രാഘവൻ തുടങ്ങി, അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ്, സണ്ണി ജോസഫ്, 6 കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ട് കൂട്ടുകൂട്ടിയിരിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ആ പോസ്റ്റിലേക്ക് അവർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആശിച്ചിട്ടുണ്ടാവും ഞാൻ കെ.പി.സി.സി പ്രസിഡന്റ് ആവും എന്നുള്ളത്. അതിനെല്ലാവരും അവരുടേതായ രീതിയിൽ കരുനീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ സണ്ണി ജോസഫിൻ്റെ കാര്യത്തിലാണെങ്കിലും കൊടിക്കുന്നിൽ സുരേഷിൻ്റെ കാര്യത്തിലാണെങ്കിലും ബെന്നി ബെഹന്നാൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ അതുപോലെ അടൂർ പ്രകാശിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇവരെല്ലാം അവരുടേതായ രീതിയിലെല്ലാം അവർ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. കെ.പി.സി.സി പ്രസിഡന്റ് അവർ ഒരു കാര്യം വിജയിക്കുന്നില്ല. വിജയിക്കാത്ത കാരണം എന്താണ്? സുധാകരൻ മാറ്റിയാൽ സുധാകരൻ ചിലപ്പോൾ ഈ പറഞ്ഞ പരിപാടി തന്നെ നിർത്തിപ്പോയി കളയും. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ്. അതിന് വേറൊരു കാരണമുണ്ട്. സുധാകരൻ്റെ കൂടെ അണികളുടെ നേതാക്കന്മാരുടെ ഒരു നിരയുണ്ട് എന്നുള്ളതാണ്. സുധാകരൻ്റെ കൂടെ ഒരു നിരയുണ്ട്. എന്ത് പറഞ്ഞാലും സുധാകരൻ്റെ കൂടെ ഒരു നിര. എന്തുകൊണ്ടാണ് സുധാകരനെ കെ.പി.സി.സി പ്രസിഡന്റായി നിയമിക്കാൻ കെ.സി. വേണുഗോപാൽ അല്ലെങ്കിൽ ഹൈക്കമാൻഡ് തീരുമാനിക്കാനുള്ള കാരണം കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് എന്താണ്? ഇടതുപക്ഷ വിരുദ്ധതയാണ്. ഇടതുപക്ഷ വിരുദ്ധതയിലാണ് കോൺഗ്രസ് നിലനിന്ന് പോയിട്ടുള്ളത് കേരളത്തിൽ എപ്പോഴും. അതിന് ഏറ്റവും നല്ല ആളെന്നുള്ള നിലയ്ക്കാണ് ഈ പറഞ്ഞ സുധാകരനെ കെ.പി.സി.സി പ്രസിഡന്റ് ആക്കാനുള്ള കാരണം ആന്റി പിണറായി എന്നുള്ളതാണ്. അതുകൊണ്ട് അത് കണ്ണൂരിൽ നിന്നുള്ള നേതാവ് എന്നുള്ള നിലയ്ക്കാണ് കെ.പി.സി.സി പ്രസിഡന്റായിട്ട് സുധാകരൻ നിയമിക്കാനുള്ള കാരണം. അതുപോലെ തന്നെയാണ് വി.ഡി. സതീശനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള കാരണം. യങ്ങായി അണികളെല്ലാം ചെറിയ ചെറുപ്പക്കാര നേതാക്കന്മാരെ എല്ലാവരും ഒരുമിച്ച് നിർത്താം എന്നുള്ള രീതിയിൽ ഇവർ സീനിയറായ സുധാകരൻ പറയുന്നത് കേൾക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് അന്ന് ഹൈക്കമാൻഡ് വി.ഡി. സതീശനെ പ്രതിപക്ഷ നേതാവാക്കുന്നത്. കാരണം കമ്പാരിറ്റീവ്ലി ജൂനിയറായ വി.ഡി. സതീശനെ കെ.പി.സി.സി സുധാകരനേക്കാളും ജൂനിയറായ ആൾ സുധാകരൻ പറയുന്നത് കേൾക്കുമെന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? 1 വർഷത്തിനുള്ളിൽ ഇവർ 2ആയി പിരിഞ്ഞു. 1 വർഷത്തിൽ ഇവർക്ക് ഒരു വർഷം ഒന്നിച്ചു പോകാൻ പറ്റിയില്ല. അതോടുകൂടി ഹൈക്കമാൻഡ് എന്താണോ കേരളത്തിൽ വിചാരിച്ചത് ആ പറയുന്ന സംവിധാനം പൊളിഞ്ഞടുങ്ങി എന്നുള്ളതാണ്. അതിനുശേഷം സുധാകരത്തിൻ്റെ വഴിക്കും വി.ഡി. സതീശൻ്റെ വഴിക്കുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനേക്കാളും അപ്പുറമുള്ള കാര്യം എന്താണ്? സംഘടനയെ ചലിപ്പിക്കാൻ സുധാകരന് കഴിയുന്നുണ്ടോ? കേരളത്തിലെ കെ.പി.സി.സി എന്നുള്ള നേതാവിന് പ്രസിഡന്റിനാണ് കെ.പി.സി.സി പ്രസിഡന്റിനെ സംഘടനയെ ചലിപ്പിക്കാൻ കഴിയുള്ളൂ. ബൂത്ത് തലം തുടങ്ങി മണ്ഡലം കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, കെ.പി.സി.സി കമ്മിറ്റികൾ മുഴുവൻ ഏകദേശം 21 ജനറൽ സെക്രട്ടറിമാരുള്ള പാർട്ടിയാണ് കെ.പി.സി.സി എന്ന് പറയുന്നത്. അവരെ പോലും ഒറ്റ കൊടക്കയിൽ കൊണ്ടു നടക്കാൻ വേണ്ടി ഈ കെ.പി.സി.സി പ്രസിഡന്റ് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കുകയെന്ന് വെച്ചോളൂ. ഏത് കെ.പി.സി.സി പ്രസിഡന്റിനെ മാറ്റാൻ എന്ന് തീരുമാനം എടുക്കുന്നു. ആ സമയം പറയാൻ പോകുന്നത് എന്താണ്? ആ സുധാകരൻ അനുകൂലികളായ സുധാകരൻ്റെ കൂടെയുള്ള നേതാക്കന്മാർ പറയുന്നത് വി.ഡി. സതീശനെ മാറ്റണം എന്ന് പറയും. കാരണം ഇത് സുധാകരൻ ഏതർത്ഥത്തിലാണ് മാറ്റുന്നത്? സുധാകരൻ കഴിഞ്ഞ ഇലക്ഷനുകളെല്ലാം വിജയിപ്പിച്ചിട്ടുണ്ട്, സംഘടനയെ ചലിപ്പിച്ചിട്ടുണ്ട്. അവരെ വാദം അതാണല്ലോ, സംഘടനയെ ചലിപ്പിച്ചിട്ടുണ്ട്, നല്ല രീതിയിലാണ് പ്രവർത്തനം പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകസഭയിൽ 19 സീറ്റോട് കൂടിയിട്ട് പിന്നെ 18 സീറ്റോട് കൂടിയിട്ട് കോൺഗ്രസിനെ തിരിച്ച് അധികാരത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെയുള്ള നിലയ്ക്ക് അത്രയധികം വർക്ക് ചെയ്ത സുധാകരൻ ഏതർത്ഥത്തിലാണ് മാറ്റുന്നത്? അങ്ങനെയാണെങ്കിൽ വി.ഡി. സതീശനെ മാറ്റണമെന്ന് പറയും. വി.ഡി. സതീശനെ മാറ്റൽ പ്രാക്ടിക്കലാണോ? വി.ഡി. സതീശനെ മാറ്റൽ പ്രാക്ടിക്കലല്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് സുധാകരനെയും വി.ഡി. സതീശനെയും അതേ നിലനിർത്തിക്കൊണ്ട് അതാണ് ഞാൻ പറയുന്നത്. അരുൺ സാറേ, ഇതിനകത്ത് പ്രാക്ടിക്കലായി ഞാൻ ഒറ്റ കാര്യം പറയാം. കേരളത്തിലെ കോൺഗ്രസിന് പ്രാക്ടിക്കലായ കാര്യം എന്താണ്? നമ്മൾ ഈ പ്രാക്ടിക്കലല്ലാതെ കോൺഗ്രസ്സുകാർ പോലും ചിന്തിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഈ പറയുന്ന നേതാക്കന്മാരുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ കെ.പി.സി.സി പ്രസിഡന്റ് ആകാൻ വേണ്ടി നടക്കുന്ന നേതാക്കന്മാർ, അതുപോലെ തന്നെയാണല്ലോ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നടക്കുന്ന ആൾക്കാർ, വി.ഡി. സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും പിന്നെ വേണുഗോപാലാണെങ്കിലും പിന്നെ ആരാണ് നമ്മുടെ ശശി തരൂരാണെങ്കിലും എല്ലാം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങനെ ഒരു അടിത്തറയുള്ള പാർട്ടിയായി ഇപ്പോൾ കോൺഗ്രസ് ഇല്ല. കാരണം എന്താണ്? ബൂത്ത് തലത്തിൽ വലിയ രീതിയിൽ നേതാക്കന്മാരില്ല, അണികൾ അങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കുന്നില്ല, അണികൾ അങ്ങനെ വലിയ രീതിയിൽ സമരങ്ങൾ നടത്തുന്നത്. നിങ്ങൾ എത്ര ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നത്, എത്ര സമരങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്? യൂത്ത് കോൺഗ്രസിൻ്റെ കുറച്ച് പിള്ളേർ ഇറങ്ങി സമരം നടത്തുന്നതിനേക്കാൾ അപ്പുറം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാർ ഇറങ്ങി സമരം നടത്തി എത്ര സമരം നിങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കണ്ടു? ഒരു സമരം നടക്കുന്നില്ല. കാരണം അതിൻ്റെ കാര്യം അടിത്തറ ഇല്ലാതായിട്ടുണ്ട് ഈ പാർട്ടിക്ക് എന്നുള്ളതാണ്. ആ പാർട്ടിക്ക് അടിത്തറ ഇല്ലാതാകുമ്പോൾ ഇവർ അരുൺ സാർ നേരത്തെ പറഞ്ഞതുപോലെ അക്കോമഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്താ പറയുക, കേരളത്തിലുള്ള മുതിർന്ന നേതാക്കന്മാരെല്ലാം അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജംബോ കമ്മിറ്റികൾ ഒരു 40-45 ആൾക്കാരെ കെ.പി.സി.സിക്കകത്തും DCC-ക്കകത്തും ഒരു 10-50 ആൾക്കാരെയും മണ്ഡലം കമ്മിറ്റിക്കകത്ത് ഒരു 10-50 ആൾക്കാരെയും ഒക്കെ അതെ 100 മേൽ നേരത്തെ ഇരുത്തി ഇവരാണ് ഒരു നേതാക്കന്മാർ. അപ്പം നിങ്ങളൊരു സമരം നടത്തുന്ന കോൺഗ്രസിൻ്റെ സമരം നടത്തുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ നോക്കിക്കോളൂ. നേതാക്കന്മാരെ കൊണ്ട് സ്റ്റേജും സംവിധാനവും നിറയും.
അണികളെ കൊണ്ടല്ല, നേതാക്കന്മാരെ കൊണ്ട് സ്റ്റേജ് സംവിധാനം നിറയും എന്നുള്ളതാണ്. അങ്ങനെയാണ് സമരം നടക്കാറുള്ളൂ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരു അക്കോമഡേഷൻ സംവിധാനത്തിനേക്കാൾ അപ്പുറം ഈ കോൺഗ്രസിന് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ എന്താണ് വെള്ളിയാഴ്ച നടക്കാൻ പോകുന്നത് എന്താണ്? ഞാൻ വിചാരിക്കുന്നത് വെള്ളിയാഴ്ച സാധാരണ വിളിക്കുന്ന യോഗം എന്ന് പറയുന്നത് നേതാക്കന്മാരുടെ യോഗമാണ് വിളിക്കാറ്. ഇപ്രാവശ്യം കേരളത്തിലെ എല്ലാ എം പിമാരുടെ യോഗം കൂടെ വിളിച്ചു. എല്ലാ എം പിമാരോടും ഡൽഹിയിലെത്താൻ പറഞ്ഞിട്ടുണ്ട്. രാജ്യസഭാ എം പിമാരോട് ഡൽഹിയിലെത്താൻ പറഞ്ഞു. അതിനുള്ള കാരണം എന്താണ്? അതിനുള്ള കാരണം എന്ന് പറയുന്നത് അരുൺ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഡൽഹിയിലുള്ള എം പിമാരെല്ലാം രാഹുൽ ഗാന്ധിയുമായിട്ട് നല്ല രീതിയിൽ നല്ല ബന്ധത്തിൽ പോവുകയാണ്. അവർ പരസ്പരം ഡിസ്കഷൻ ഉണ്ട്. അവർ പാർലമെൻറ്റിലൊരു കാര്യം പറയുമ്പോൾ അത് പിന്നെ എന്താണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധിയോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ കോൺവെർസേഷൻ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യും? അവിടെ ഒരു മേൽക്കോയ്മ രാഹുൽ ഗാന്ധിക്കും കെ സി വേണുവിനും പ്രിയങ്ക ഗാന്ധിക്കും കിട്ടണം. അതിന് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ആകെ 35-40 ആൾക്കാരുടെ സംഖ്യയാണ് ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുള്ളത്. അതിനകത്ത് കൂടുതൽ വരാൻ പോകുന്ന ആളാരാണ്? കേരളത്തിലെ എം പിമാരാണ്. അപ്പോൾ അവരുടെ ഒരു മേൽക്കോയ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഞാൻ വിചാരിക്കുന്നത് ഇവരെടുത്ത തീരുമാനം അനൗൺസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? എല്ലാവരെയും കേട്ടതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് അനൗൺസ് ചെയ്യും, നിങ്ങളിത് അനുസരിച്ചോണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വിടാനാണ് സാധ്യത. ആ വിടുന്നതിൻ്റെ അകത്തും ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല KPCC പ്രസിഡന്റിനെയും പിന്നെ എന്താണ് വി ഡി സതീശനെയും മാറ്റാനുള്ള തീരുമാനം ഉണ്ടാവും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. അല്ല, അതിനുള്ള വഴി എന്ന് പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ അരുൺ സാറേ. KPCC പ്രസിഡന്റിനെയും വി ഡി സതീശനെയും അവിടെ നിലനിർത്തിയതിന് ശേഷം ബാക്കിയുള്ള സംഘടനകളും പുനഃസംഘടിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞ KPCC പ്രസിഡന്റ് ആകാൻ വേണ്ടി നടക്കുന്ന മുതിർന്ന നേതാക്കന്മാരെയും ഈ പറഞ്ഞ മുഖ്യമന്ത്രിമാരാകാൻ നടക്കുന്ന മുതിർന്ന നേതാക്കന്മാരെയും കൂട്ടി ഒരു ജംബോ കമ്മിറ്റി ഉണ്ട്. അവരോട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറയുക. ഇതല്ലാതെ കേരളത്തെ സംബന്ധിച്ച് വേറെ ഒരു ഓപ്ഷനും ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. എന്റെ സംശയമല്ല, വി ഡി സതീശൻ കൊണ്ടുവരുന്ന പ്ലാൻ അത് രാഷ്ട്രീയകാര്യ സമിതിയിൽ അംഗീകരിക്കാതെ മാറ്റിവെച്ചത് എന്തുകൊണ്ടാണ്? അല്ല, അതാണ് ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളിപ്പം 45 ആൾക്കാരെ മാറ്റിയാൽ ഇവരെ നിങ്ങൾ എവിടെ അക്കോമഡേറ്റ് ചെയ്യും? നിങ്ങളിപ്പോൾ പറയാ കേരളത്തിലെ KPCC പുനഃസംഘടന കൊണ്ടുവന്നു 45 ആൾക്കാരെ മാറ്റണമല്ലോ. ഇവരെ എവിടെയാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പോകുന്നത്? മൊത്തം മാറ്റുമെന്ന് എനിക്കറിയില്ല. സെക്രട്ടറിമാർക്ക് 42 സെക്രട്ടറിമാർ കൊടുക്കണം എന്നൊരു ആലോചന. ഞാൻ ഇന്ന് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനോട് സംസാരിക്കുമ്പോൾ പറയുന്നത് എന്താണെന്നറിയോ? ഏതർത്ഥത്തിലാണ് KPCC പ്രസിഡന്റ് മാറ്റേണ്ടത്? KPCC പ്രസിഡന്റ് മാറ്റണമെന്ന് പറയുന്നുണ്ടല്ലോ. ഏതർത്ഥത്തിലാണ് മാറ്റേണ്ടത്? എന്ത് കാരണം പറഞ്ഞ് KPCC പ്രസിഡന്റ് മാറ്റും? ഈ പറഞ്ഞ കാരണങ്ങളൊന്നും ഇപ്പം പറഞ്ഞ കാരണങ്ങൾ എനിക്ക് ദീപാദാസ് മുൻഷി പറയുന്നത് പോലെ കറക്റ്റായിട്ട് അവർ പഠിച്ചിട്ട് കേരളത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി കനകോലു പറയുന്നത് പോലെയും ഇവർ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് പറയുകയാണ് KPCC കേരളത്തിൽ മുഴുവൻ പുനഃസംഘടന വേണം എന്ന് പറയുകയാണ്. അത് ഒരു കാരണവശാലും ഈ പറയുന്ന സുധാകര പക്ഷെ അംഗീകരിക്കുന്നേ ഇല്ലാന്ന്. പക്ഷേ ആ പക്ഷത്ത് ആരുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ആ പക്ഷത്ത് അണികളുണ്ട് സാറേ, അണികളുണ്ട്, നേതാക്കന്മാരുണ്ട്. അവരൊരു കാരണം പറയണ്ടേ? ഭാഗത്തിനും അപ്പുറത്തേക്ക് കേരളത്തിന്റെ പൊതുവായ ഒരു താല്പര്യത്തെ മുൻനിർത്തി ഇങ്ങനൊരു പുനഃസംഘടന വന്നാൽ സുധാകരൻ മാറി നിൽക്കുന്നതാണ് ഹൈക്കമാൻഡിന്റെ അഭിപ്രായം എന്ന് ഹൈക്കമാൻഡ് പറയുകയാണ്, നിർദ്ദേശിക്കുകയാണ് ചെയ്യുക. ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ പറഞ്ഞ ഒരു ഇൻസ്ട്രക്ഷൻ ആയിട്ട് കൊടുക്കാം. പിന്നെ അതിനകത്ത് മാറ്റമില്ല, പിന്നെ വന്ന മാറ്റമില്ല, അത് അപ്പം തന്നെ കോൺഗ്രസ് അംഗീകരിക്കും. പിന്നെ അതിനകത്ത് സാർ ഒരു കാര്യം പറയാം. ഈ കെ സുധാകരനോട് വ്യക്തിപരമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു എതിർപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മാറ്റത്തെ കുറിച്ച് അല്ല ഇപ്പോൾ ആലോചിക്കുന്നത്. പ്രശ്നം എന്താണ്? KPCC അധ്യക്ഷൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ, 10ഓളം സുധാകരനല്ലേ? അല്ല, അത് അംഗീകരിക്കേണ്ട ആൾ ഒറ്റ കാര്യമുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, സുധാകരനെ അവിടുന്ന് മാറ്റി കഴിഞ്ഞാൽ സുധാകരൻ ഒരു ഡിസിഷൻ എടുത്താൽ അദ്ദേഹം എടുക്കുന്ന ഡിസിഷൻ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന സംവിധാനം മുഴുവൻ പൊളിഞ്ഞടുങ്ങിയില്ലേ? അതാണ് ഹൈക്കമാൻഡിനെ അലട്ടുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഇത്രയും കാലങ്ങളായിട്ട് അവിടെ പുനഃസംഘടന നടക്കാത്തത്. അല്ലാതെ അതിൽ നിന്ന് എന്ത് മാറ്റം വന്നു? കഴിഞ്ഞ മുമ്പത്തെ മാസവും എല്ലാം പുനഃസംഘടനയെ കുറിച്ച് ചർച്ച ചെയ്തല്ലോ. ആ സമയത്തൊന്നും മാറ്റം ഉണ്ടാകാത്ത സംവിധാനം എന്ത് മാറ്റമാണ് ഇപ്പോൾ ഈ പറയുന്ന KPCC പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ഒറ്റ കാരണമേ ഉള്ളൂ. എന്താണ്? ആസാമിലെ പുനഃസംഘടന വരുന്നുണ്ട്. ആസാമിലെ പുനഃസംഘടന വന്നു. അതെന്താണ്? AICC ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഈ 2 സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നേ പുനഃസംഘടന തീരുമാനിച്ചിട്ടുണ്ട്. ആസാമിലെ തെരഞ്ഞെടുപ്പിനൊപ്പം പുനഃസംഘടന നടത്തി അനൗൺസ് ചെയ്യുകയും അതിനൊപ്പം തന്നെ കേരളത്തിൽ പുനഃസംഘടന നടത്തി അനൗൺസ് ചെയ്യുകയും ചെയ്യും. ഇത് മാത്രമേ KC വേണുഗോപാൽ AICC മുന്നിലുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അത് മാത്രമേ അവർക്ക് പ്രാക്ടിക്കലായ കാര്യം. പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്താ അറിയോ? പ്രിയങ്ക ഗാന്ധിയാണ് കേരളത്തിലെ മുൻനിർത്തി പിന്നെ എന്ത് ചെയ്യുക, ഇലക്ഷനെ നേരിടാൻ തീരുമാനിക്കുക. പ്രിയങ്ക ഗാന്ധിനെ മുൻനിർത്തി കേരളത്തിൽ ഇലക്ഷനെ നേരിടാൻ തീരുമാനിച്ചാൽ ഇതൊരു പരിധി കുറച്ചും കൂടെ മുന്നോട്ട് കടക്കാൻ പറ്റും. അതിനേക്കാളും അപ്പുറം ഇപ്പോഴുള്ള സംവിധാനം വെച്ചിട്ട് ഈ സുധാകരനെ വെച്ചിട്ടോ വി ഡി സതീശനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ സംവിധാനം വെച്ചിട്ടോ കേരളത്തിലെ ഇലക്ഷനെ നേരിടാൻ, കാരണം ഉണ്ണിസാറെ 5 മാസം തികച്ചില്ല നിയമസഭ പിന്നെ എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇലക്ഷനിലേക്ക് 5 മാസം തികച്ചില്ല. ഏറ്റവും ഒടുവിൽ വന്ന 30 തദ്ദേശ സ്ഥാപനങ്ങളിലെ റിസൾട്ടിൽ പോലും LDF തന്നെയാണ് മുൻതൂക്കം. അതാണ് നമ്മൾ കാണുന്ന ആന്റി ഇൻകുമൻസി ആ രീതിയിലൊന്നും അവിടെ റിഫ്ലക്ട് ചെയ്തിട്ടില്ല. 17 ഇടങ്ങളിലാണ് LDF വിജയിച്ചിരിക്കുന്നത്.
12 ഇടങ്ങളിൽ മാത്രമേ UDF വിജയിച്ചിട്ടുള്ളൂ. അപ്പം ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല, മുല്ലപ്പള്ളി തെറ്റായിട്ടാണ് പറഞ്ഞതെങ്കിലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ശശി തരൂർ അടക്കമുള്ള ആളുകൾ LDFിൻ്റെ അംബാസഡറാണോ എന്ന നിലയിൽ കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനെ നേരിടാൻ കേരളത്തിൽ എഫക്റ്റീവായി കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു നേതാവ് KPCC അധ്യക്ഷൻ വേണം. അതാണ്. അപ്പോൾ ഈ ഓർഗനൈസ് ഇലക്ഷനിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിനെ സജീവമാക്കണമെങ്കിൽ, കോൺഗ്രസിന്റെ മിഷനറി ചലിപ്പിക്കണമെങ്കിൽ കെ സുധാകരനെ കൊണ്ട് കഴിയില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും ഹൈക്കമാൻഡിനില്ല. പിന്നെ നേരത്തെ ഒരു പ്രശ്നമുണ്ടല്ലോ, ഇപ്പോൾ ആൻഡ്രൂ സാർ ചോദിക്കുന്ന ഒരു പ്രശ്നമുണ്ട്, പിന്നെ എന്താണ് സുധാകരൻ ചെയ്യുക എന്ന് പറയാൻ കഴിയില്ല എന്ന്. സുധാകരൻ അങ്ങനെ ഒരിക്കലും പോവില്ല എന്ന് മാത്രവുമല്ല, സുധാകരൻ ഇപ്പൊ കണ്ണൂരിൽ നിന്നുള്ള MP ആണ്. സുധാകരൻ നന്നായിട്ട് തന്നെ അക്കോമഡേറ്റ് ചെയ്യപ്പെടും. സുധാകരൻ അതെ. അപ്പൊ ആ രീതിയിലുള്ള ടെൻഷൻസ് കൊണ്ടല്ല, മറിച്ച് സുധാകരനെ അൺസെറമോണിയസ് ആയ ഒരു എക്സിറ്റ് ഉണ്ടാകാൻ പാടില്ല എന്ന് എല്ലാവർക്കും നിർബന്ധമുണ്ട്. കാരണം വെച്ചാൽ സുധാകരൻ നേരത്തെ പറഞ്ഞ കണക്കൊരു ആന്റി പിണറായി വോയിസ് ആണ്. എവിടെയും നിന്നുകൊണ്ട് പിന്നെന്താ പറയുക, ശക്തമായി സംസാരിക്കുന്ന ഒരു ഫയർ ബ്രാൻഡ് ലീഡറാണ്. ഈ പാർട്ടിക്ക് വേണ്ടി കണ്ണൂരിൽ വലിയ ഫൈറ്റ് നടത്തിയിട്ടുള്ള നേതാവാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് KPCC അധ്യക്ഷനായിട്ട് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ഇപ്പോൾ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വലിയ പ്രശ്നം നിങ്ങൾ ഈ പറയുന്നത് അതിനേക്കാളും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം നോർത്ത് നിന്നാണല്ലോ, കണ്ണൂരിൽ നിന്നാണല്ലോ സുധാകരൻ വരുന്നത്. കണ്ണൂരിൻ്റെ പ്രത്യേകത എന്താ? തൃശ്ശൂർ തുടങ്ങി കാസർഗോഡ് വരെയുള്ള ഭാഷാ സംവിധാനങ്ങളെ യോജിപ്പിച്ച് നിർത്താൻ പറ്റുന്ന ഒരു നേതാവാണ് കണ്ണൂരിൽ നിന്നുള്ള സുധാകരൻ. സുധാകരനെ മാറ്റി അടൂർ പ്രകാശിനെ പത്തനംതിട്ടയിൽ നിന്ന് വെച്ചു എന്ന് വെച്ചോളൂ. VD സതീശൻ പ്രതിപക്ഷ നേതാവുള്ളത് കൊച്ചിയിലാണ്. ഇവിടുന്ന് ഒരു വലിയ നേതാവില്ലാതാവും. നിങ്ങൾ ഈ പറയുന്നത് പോലെയല്ല, അവിടുത്തെ ഒരു വലിയ രീതിയിലുള്ള ബ്രാൻഡ് ഇല്ലാതാവും. കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇത്രയും നാളും പിടിച്ചു നിന്നത് കണ്ണൂരിലെ സുധാകരൻ എന്ന് പറഞ്ഞ ഏക നേതാവിനെ വെച്ചിട്ടാണ്. മനസ്സിലായോ? കോൺഗ്രസ് മലബാറിൽ പിടിച്ചു നിൽക്കുന്നത് സുധാകരൻ എന്ന് പറയുന്ന ഏക നേതാവ്. ഒരു പ്രശ്നം ഉണ്ടായി, നാട്ടിലൊരു പ്രശ്നം ഉണ്ടായില്ല, അവിടെ ഇറങ്ങിപ്പോയി. ഞാൻ പറയുന്നത് സംഘർഷം എപ്പോഴും ഉണ്ടാകുന്നത് എവിടെയാണ്? അവിടെ BJP കോൺഗ്രസ് സംഘർഷം അല്ല ഉണ്ടാവാറ്, അവിടെ CPM കോൺഗ്രസ് സംഘർഷമാണ് ഉണ്ടാകാറ്. സംഘർഷങ്ങളുടെ മുന്നിൽ നിന്ന് ചതിക്കും. ഇപ്പം ഞാൻ പിണറായിയിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഓഫീസ് തല്ലി തീർത്തല്ലോ. ഓഫീസ് തല്ലി തീർത്തപ്പോൾ അവിടെ പോയി നിന്ന് പ്രസംഗിക്കാൻ തൻ്റെ ഇടം കാണിച്ച നേതാവ് സുധാകരനാണ്. ആ ഒരു ബ്രാൻഡാണ് അവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത്. ആ ബ്രാൻഡ് ഇല്ലാതായാൽ എന്ന് പറയുക, ഈ സുധാകരൻ പറ അദ്ദേഹം MP ആണ്, അദ്ദേഹം വലിയ നേതാവാണ്, അദ്ദേഹം ഈ പറഞ്ഞ അക്കോമഡേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാലൊന്നും അദ്ദേഹം അംഗീകരിച്ചോണമെന്നില്ല. കാരണം ആ മൈൻഡ് സെറ്റ് അറിയാവുന്ന, സുധാകരനെ അറിയാവുന്നവരും സുധാകരൻ മൈൻഡ് സെറ്റ് അറിയാവുന്നവരും അങ്ങനെ പറയില്ല. ഞാൻ പറയുന്നത് നോക്കൂ, പിണറായി വിജയനെ എതിർക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ തന്നെയാണ് കെ സുധാകരനെ അവതരിപ്പിച്ചത്. ആന്റി പിണറായിസമായിരുന്നു യഥാർത്ഥത്തിൽ. കെ സുധാകരനെ തിരഞ്ഞെടുക്കുമ്പോൾ പിണറായിക്ക് പിണറായിയുടെ ഭാഷയിൽ മറുപടി പറയാൻ കഴിയുന്ന, അതേ ആക്രമോത്സുകതയിൽ മറുപടി പറയാൻ കഴിയുന്ന നേതാവ് എന്ന നിലയിലാണ് കെ സുധാകരനെ അവതരിപ്പിക്കുന്നത്. പക്ഷെ ഒടുവിൽ വന്നപ്പോൾ ആ കൈയുടെ ആക്ഷൻ പ്രയോഗത്തിനും അപ്പുറത്തേക്ക് പിണറായി വിജയൻ കെ സുധാകരനെ പിന്നെ അറ്റാക്ക് ചെയ്തിട്ടില്ല. മാത്രവുമല്ല, പിണറായി വിജയൻ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് ആരുമായിട്ടാണ്? VD സതീശനുമായിട്ടാണ്. കെ സുധാകരനെ തൻ്റെ ഈ മത്സരത്തിൽ കളിക്കാൻ പോലും ക്ഷണിച്ചിട്ടില്ല പിണറായി വിജയൻ എന്നുള്ളതാണ്. കെ സുധാകരൻ പറയുന്നതിന് മറുപടി പോലും പറയുന്നില്ല പിണറായി വിജയൻ. ഈ കാര്യത്തിൽ VD സതീശൻ പറയുന്നതിന് മറുപടി പറയുന്നില്ല. അവർ തമ്മിൽ അവരുടെ സ്ട്രാറ്റജിയാണ് സാറേ. പിണറായി കെ സുധാകരനുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ കെ സുധാകരന്റെ അണികൾക്ക് കിട്ടുന്ന ഒരു ഹർഷോന്മാല അപ്പുറത്തേക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലും അതാണ് ഞാൻ പറയുന്നത്. പിന്നെ LDFിന്റെ സ്ട്രാറ്റജിയാണ് എന്ത് ചെയ്യുക, സുധാകരനെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളത്. സുധാകരൻ പറയുന്നതിന് മറുപടി പറയാതിരിക്കുക എന്നുള്ളത് LDFിൻ്റെ സ്ട്രാറ്റജിയാണ്. ആ LDFിൻ്റെ സ്ട്രാറ്റജിയാണ് എന്ത്, കമ്പാരിറ്റീവ്ലി അനക്കങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് അവർ വിശ്വസിക്കുന്ന VD സതീശനുമായിട്ട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് എന്താണ്, അതുകൊണ്ട് മാറ്റം ഉണ്ടാവില്ല. നേരെ മറിച്ച് സുധാകരനുമായിട്ടാണ് പിണറായി വിജയൻ്റെ ഫൈറ്റ് വരുന്നതെങ്കിൽ ഇവിടുന്ന് അതിനനുസരിച്ചുള്ള മറുപടി തിരിച്ചു വരും. ഇവിടുന്ന് അങ്ങനെ VD സതീശൻ്റെ ഭാഗത്ത് ആ ലെവലിലുള്ള മറുപടി വന്നാൽ തന്നെ ആ ലെവലിൽ വലിപ്പം അതിനുണ്ടാവില്ല. പക്ഷേ സുധാകരൻ്റെ ഭാഗത്ത് നിന്ന് സുധാകരൻ ആ മറുപടി. പിന്നെ വേറൊരു പ്രശ്നം, സുധാകരൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, KPCC പ്രസിഡന്റ് എന്ന ഒരാളെ മാറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹം അപ്രസക്തനാവും എന്നുള്ളത് ഏറ്റവും നന്നായി അറിയാവുന്ന ആൾ സുധാകരനാണ്. അത് പറയാം, മുല്ലപ്പള്ളിയില്ല, സുധീരനില്ല, ഒരു നേതാവുമില്ല, അപ്രസക്തനാവും എന്നുള്ള കാര്യം നന്നായി അറിയാവുന്ന, പ്രത്യേകിച്ച് കേരളത്തിൽ അപ്രസക്തനാവും എന്ന് അറിയാവുന്ന ഏക നേതാവ് എന്ന് പറയുന്നത് സുധാകരനാണ്. അത് നല്ല രീതിയിൽ സുധാകരൻ അറിയാം. അതുകൊണ്ടാണ് സുധാകരൻ പറഞ്ഞത് വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം നല്ല ആരോഗ്യമുള്ളൂ, നല്ല പ്രാപ്തിയുള്ള സമയത്ത് എന്നെ KPCC പ്രസിഡന്റ് ആക്ക്, ഞാൻ കാണിച്ചു തരാം എന്ന് പറയാനുള്ള കാരണം എന്താണ്, ആ സമയത്താണ്. പക്ഷേ ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇദ്ദേഹത്തെ മാറ്റി കഴിഞ്ഞാൽ അദ്ദേഹം അപ്രസക്തനാവുന്ന അദ്ദേഹത്തെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്ത് തീരുമാനം എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. കണ്ണൂർ പൊളിറ്റിക്സ് അല്ല കേരള പൊളിറ്റിക്സ് എന്നുള്ളത് നിലവിൽ എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. അവർക്ക് ഓരോ മണ്ഡലത്തിലും അതിൻ്റെതായ സ്ട്രാറ്റജി വേണം. നോക്കൂ, പാലക്കാടും ചേലക്കരയിലും ആ സ്ട്രാറ്റജി ഉപയോഗിച്ചത് രണ്ട് രീതിയിലാണ് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചത്. കേരളത്തിൽ ഇനി വരാൻ പോകുന്ന 140 പാലക്കാടും ചേലക്കരയിലും കെ സുധാകരൻ ഇല്ല, അവിടെ ഉണ്ട്. അതാണ് ഞാൻ പറയാം, വയനാട്ടിൽ മാത്രമേ ഉള്ളൂ. അത് ജയിച്ച വയനാട്ടിൽ. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ചേലക്കരയിൽ എന്ത് മാറ്റമാണ് സുധാകരൻ ഉണ്ടായിട്ടും ഇല്ലെങ്കിലും നടന്നത്?
ഒരു മാറ്റവും ചേലക്കര നടന്നിട്ടില്ല. നോക്കൂ, അവിടെ കെ സുധാകരനെ പാലക്കാട് സ്ട്രാറ്റജി ആരുടേതായിരുന്നു? അത് വി ഡി സതീശൻ്റെയും ഷാഫി പറമ്പിൻ്റെയും സ്ട്രാറ്റജി ആയിരുന്നു. ചേലക്കരയിൽ ആരുടെ സ്ട്രാറ്റജി ആയിരുന്നു? വി ഡി സതീശൻ്റെ സ്ട്രാറ്റജി ആയിരുന്നു. പക്ഷേ പരാജയപ്പെട്ടു. പക്ഷേ അവിടെ നന്നായി പെർഫോം ചെയ്തു എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. കാര്യം എന്താ? അവിടെ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചു. 10,000-12,000 വോട്ടിൻ്റെ കുറവ് അവിടെ വരുത്താൻ സാധിച്ചു എന്നത് മാത്രമാണ്. അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയം പാളി എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ചേലക്കരയിലും പാലക്കാട്ടും KPCC അധ്യക്ഷ വരാഞ്ഞ എന്താ? KPCC അധ്യക്ഷൻ അവിടെ വന്ന് എന്തെങ്കിലും സംസാരിച്ചാൽ അറിയോ, ഈ KPCC അധ്യക്ഷൻ സംസാരിച്ചു കഴിഞ്ഞാൽ പുറകെ പോയി തിരുത്താൻ ഒരു സംഘം പോകേണ്ടി വരും എന്നുള്ളതാണ് പ്രശ്നം. ഇത് കൊടുക്കുന്ന ടെൻഷൻ ചെറുതാണോ? 140 മണ്ഡലങ്ങളിൽ നിങ്ങൾ സംസാരിക്കണം. അത് മാത്രമല്ല, മണിക്കൂർ വെച്ച് സംസാരിക്കണം. ഓരോ മണിക്കൂറിലും നിങ്ങൾ മാധ്യമങ്ങളെ അഭിസംബോധന. തെരഞ്ഞെടുപ്പിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിരന്തരം വിഷയങ്ങളാണ്, ഇഷ്യൂസ് ആണ്. അപ്പോൾ ഓരോ ഇഷ്യൂവിനോടും വളരെ കൃത്യമായി പ്രതികരിച്ച് പോകേണ്ട ഒരാളാണ് KPCC അധ്യക്ഷൻ. അത് മാത്രമല്ല അയാളുടെ പണി. അയാളെ സംബന്ധിച്ചിടത്തോളം ബൂത്ത് തലം മുതൽ പ്രവർത്തനം സജ്ജമാക്കണം. ഇത് ചെറിയൊരു കാര്യമല്ല. പാർട്ടി മെഷീനറി ചലിപ്പിക്കുക എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ CPM-ന്റെ ഒരു മെഷീനറി പോലെയല്ല കോൺഗ്രസിന്റെ മെഷീനറി. അവിടെ ആളുകളെ ഒന്ന് പുറത്തേക്ക്, ഒരു കോൺഗ്രസ് പ്രവർത്തകനെ, ഒരു ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകനെ പ്രവർത്തനത്തിനായി പുറത്തേക്കൊന്ന് ഇറക്കണമെങ്കിലുള്ള അധ്വാനം എത്ര വലുതാണെന്ന് അറിയാവോ? അപ്പം അതിന് പണം വേണം. അതിന് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങൾ ഈ പറയുന്നതിനേക്കാളും വലിയ പ്രശ്നം എന്ന് പറയുന്നത് KPCC ഇപ്പം KPCCക്ക് ജില്ലാ പ്രസിഡന്റുമാരെ മാറ്റാനുള്ള അധികാരം ഉണ്ടോ ഇല്ലയോ കോൺഗ്രസിനകത്ത്? KPCCക്ക് ജില്ലാ പ്രസിഡന്റുമാരെ, കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റുമാരെ മാറ്റാൻ ഇതുണ്ടോ? അങ്ങനെ ഒരു നിലപാട് സുധാകരൻ സ്വീകരിച്ചു. അതാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. ഈ തീരുമാനം മുഴുവൻ ഇരിക്കുന്നത് AICC-യിലാണ്. AICC എന്ത് തീരുമാനം എടുത്തോ അത് നടപ്പിലാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം കേരളത്തിലെ കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് ഒന്നും ചെയ്യാനില്ല. അതാണ് സത്യം. ആത്യന്തികമായി കോൺഗ്രസിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ല അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് AICC-ആണ്. വലിയ നയപരമായ തീരുമാനമൊന്നും പുതുതായിട്ട് വരുന്ന KPCC അധ്യക്ഷൻ ഒരാൾക്കും എടുക്കാനില്ല. പക്ഷേ രണ്ട് കാര്യം ചെയ്യാൻ പറ്റും. ഒന്ന്, പ്രതിപക്ഷ നേതാവുമായിട്ട് ഉടക്കില്ലാതെ ഈ തെരഞ്ഞെടുപ്പിന് കൊണ്ടുപോകാൻ പറ്റും. നമ്പർ 2, എല്ലാ മണ്ഡലങ്ങളിലെയും സ്ട്രാറ്റജി കൂടിയാലോചിച്ചിരുന്നൊരു പോൾ മാനേജ്മെന്റ് സ്ട്രാറ്റജി ഉണ്ടാക്കാനുള്ള ആരോഗ്യവും തന്ത്രവും പ്രാഗൽഭ്യവും അടൂർ പ്രകാശനാണ് കെ സുധാകരനേക്കാളുള്ളതെന്ന് എല്ലാവർക്കും. അതൊക്കെ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ പാർട്ടിയുടെ മുമ്പിൽ ഹൈക്കമാൻഡ് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. വിജയിക്കാൻ പോകുന്നൊരു സംസ്ഥാനം കെ സുധാകരൻ്റെ ഈഗോയ്ക്ക് വിട്ടുകൊടുക്കണോ? സിംഗിൾ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അല്ല സാർ, ഇത് നമ്മൾ ഓരോ ജില്ലാ പ്രസിഡന്റുമാരെയും തിരഞ്ഞെടുക്കുമ്പോൾ അതാത് ജില്ലകളിൽ അതാത് സമവാക്യങ്ങൾ നോക്കിയിട്ടാണല്ലോ തീരുമാനിക്കുക. ആ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ ഒരു കാരണവശാലും ആർക്ക് പറ്റുന്നില്ല? സുധാകരൻ പറ്റുന്നില്ല. അതിന് കാരണം എന്ന് പറയുന്നത് AICC അതിനൊന്നും സമ്മതിക്കുന്നില്ല. നമ്മൾ ഈ പറയുന്ന എല്ലാ പുനഃസംഘടന നടത്തിക്കോളൂ എന്ന് പറയും. എന്നിട്ട് പറയും ഇപ്പോൾ തൽക്കാലം നിർത്തിക്കോളാൻ പറയും. KPCC പുനഃസംഘടന നടത്തിക്കോളാൻ പറയും. ഇപ്പം നിർത്തിക്കോളാൻ പറയും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, മാസങ്ങളായിട്ട് നടന്നത്. സുധാകരനെ ഇപ്പോഴെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ജില്ലാ പ്രസിഡന്റുമാരെ അപ്പോയിന്റ് ചെയ്യാനുള്ള പവറെങ്കിലും കൊടുക്കണം. ഒരു KPCC പ്രസിഡന്റാണല്ലോ, അതിന് പോലും കൊടുത്തില്ല. അത് വർക്കൗട്ട് ചെയ്യാനുള്ള പ്രാപ്തി നിലവിലില്ല. അൺഫോർച്ചുനേറ്റ്ലി, വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു കെ സുധാകരൻ, എല്ലാ ബഹുമാനങ്ങളോടും കൂടി പറയുന്നു, അത് നടക്കില്ല. അത് നടക്കില്ല എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ പറഞ്ഞ സുധാകരൻ പ്രസിഡന്റ് ആയതിനു ശേഷം അത് നടക്കില്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംവിധാനം ഇതുവരെ കൊടുത്തില്ല. അദ്ദേഹത്തിന് ആകെ ചെയ്യാൻ കൊടുത്തത് എന്താണ്? അദ്ദേഹത്തിന് പിന്നെ മണ്ഡലം കമ്മിറ്റികളുടെ പുനഃസംഘടന കൊടുത്തു. അദ്ദേഹം വൃത്തിയായിട്ട് മണ്ഡലം കമ്മിറ്റിയുടെ പുനഃസംഘടന കഴിച്ചില്ലേ? എന്ത് സംവിധാനത്തിനകത്തുള്ളത്? ഏതെങ്കിലും കുറ്റം പറയുക, കുറ്റം എടുത്തു പറയണ്ടേ? അതുപോലെ തന്നെ എന്താണ് ആ കുറ്റം? നിങ്ങൾ പറയാം ജില്ലാ പ്രസിഡന്റുമാരെ മാറ്റാനുള്ള അധികാര പവർ അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ അതിനേക്കാളും ഒരു ജില്ലയിൽ എത്ര മണ്ഡലങ്ങളുണ്ട്? ആ മണ്ഡല കമ്മിറ്റി പുനഃസംഘടന വൃത്തിയായി തീർത്തില്ലേ? ആകെ ജില്ലാ കമ്മിറ്റി മാത്രമല്ലോ. അത് എവിടെയാണ് ബ്ലോക്ക് ചെയ്തത്? അത് AICC-യാണ് ബ്ലോക്ക് ചെയ്തത്. ആ AICC അതിനുള്ള കഴിവ് സുധാകരൻ കൊടുത്തു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇനി ഉദാഹരണം പറയാം. പുതിയൊരു KPCC പ്രസിഡന്റ് വന്നു നോക്കുക. അദ്ദേഹം വന്ന ഉടനെ ഈ കേരളത്തിലുള്ള സംവിധാനങ്ങളെ മുഴുവൻ അറിയാതെ ഒറ്റയടിക്ക് വന്നിട്ട് പുതിയ പ്രസിഡന്റുമാരെ അവസ്ഥ എന്താ? ആ ജില്ലയിൽ ഓരോ ശത്രുക്കളെ ഉണ്ടാവും. നിങ്ങൾ നോക്കിക്കോ, ഒരു 10 സീറ്റ് ഇടതുപക്ഷത്തിന് ഈ കോൺഗ്രസിൽ നിന്ന് വരുന്നവരെ സ്വീകരിക്കാൻ വേണ്ടി അവർ മാറ്റി വെക്കുകയും തീരുന്ന പ്രശ്നം. അതാണ് നടക്കാൻ പോകുന്നത്. Meet the editors.